പ്രിയ പ്രേക്ഷകർക്ക് ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പങ്കുവെക്കുന്ന നക്ഷത്ര ജാതകരുടെ പ്രത്യേകതകൾ എന്ന് പറയുന്നത് വരും ദിവസങ്ങളിൽ ഇവർ സാമ്പത്തിക പുരോഗതി കൈവരിക്കാൻ പോകുകയാണ്. ഈ നക്ഷത്രക്കാർ മറ്റുള്ളവരുടെ മുന്നിൽ സുഖിച്ച് ജീവിക്കുന്ന ഒരു കാഴ്ച നമുക്ക് നേരിട്ട് കാണാനായിട്ട് സാധിക്കും. ഏതൊക്കെ രാശിക്കാരാണെന്നും അതിലെ നക്ഷത്രക്കാരാരൊക്കെയെന്നും ആർക്കൊക്കെയാണ് ഭാഗ്യം കൂടുതലായിട്ട് ലഭിക്കുന്നതെന്നും എല്ലാം വളരെ വിശദമായിട്ട് തന്നെ ഇൻഫിനിറ്റി സ്റ്റോറീസ് നിങ്ങൾക്കായിട്ടൊന്ന് പങ്കുവെക്കുന്നു. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് എൻ്റെ പ്രിയ പ്രേക്ഷകരെ, നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ എൻ്റെ പുതിയ വീഡിയോകളൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യുക. എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഒരിക്കൽ കൂടി അറിയിക്കുന്നു. നമുക്ക് ആദ്യം തന്നെ നോക്കാം, മേടക്കൂറിൽ പിറന്ന അശ്വതി, ഭരണി, കാർത്തിക ഒന്നാം പാദത്തിൽ ജനിച്ച നക്ഷത്ര ജാതകർക്ക് വരും ദിവസങ്ങൾ എങ്ങനെയാണെന്ന്. ധനത്തെ സംബന്ധിച്ച് ഒരു ക്ലേശപരമായിട്ടുള്ള സാഹചര്യവും ഇവരിൽ കാണുന്നില്ല. ഗവൺമെൻറ്റിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ കാലതാമസം മാറി കൈവരുകയും ചെയ്യും. ഗവൺമെൻറ് ഓഫീസുകളിൽ നിന്നുള്ള കാര്യതടസ്സങ്ങൾ നീക്കുന്നതിന് ചില രാഷ്ട്രീയ പ്രവർത്തകരുടെ സഹായങ്ങൾ കൂടി കിട്ടും. വ്രണങ്ങൾ, ഒടിവ്, ചതവ്, മുറിവ് ഇവ മൂലം ചികിത്സയിൽ കഴിഞ്ഞിരുന്നവർക്ക് ആരോഗ്യസ്ഥിതി വീണ്ടെടുക്കാൻ സാധിക്കുന്നൊരു സമയം കൂടിയാണ് വരുന്നത്. കാലാവസ്ഥാ പ്രശ്നം മൂലം മൂത്രാശയബന്ധിയായ അസുഖങ്ങൾക്ക് സാധ്യതയുണ്ട്. വാദബന്ധിയായിട്ടുള്ള അസുഖങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. ദാമ്പത്യ ക്ലേശങ്ങൾ കുറഞ്ഞു തുടങ്ങും. വിവാഹബന്ധിയായ കാര്യങ്ങൾക്കുള്ള തടസ്സങ്ങളും നീങ്ങും. ബുദ്ധിപരമായ വൈകല്യം ഉള്ളവരെ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കേണ്ട ദിവസങ്ങളാണ് വരുന്നത്. ചില കാര്യസാധ്യങ്ങളും ഉണ്ടാകും. ശത്രുക്കളുടെ എണ്ണം കുറഞ്ഞു തുടങ്ങും. സഹോദരങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകും. വിദ്യാർത്ഥികൾ കലഹിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. തൊഴിൽ രംഗം മെച്ചപ്പെടുന്നതിനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. പുതിയ സംരംഭങ്ങൾ തുടങ്ങിയാൽ വിജയസാധ്യതകൾ കൂടുതലാണ്. ഇവർ ദോഷപരിഹാരാർത്ഥം ഭദ്രകാളി ക്ഷേത്രത്തിൽ കുരുതി പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിച്ചാൽ ഇവരുടെ പകുതി ദോഷങ്ങളും മാറിക്കിട്ടും. ഇനി ഇടവക്കൂറിൽ കാർത്തിക നക്ഷത്ര ജാതകർ 2, 3, 4 പാദങ്ങൾ, രോഹിണി, മകയിരം 1, 2 പാദത്തിൽ ജനിച്ച നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. തൊഴിൽ രംഗം മെച്ചപ്പെടാനുള്ള എല്ലാ ഭാഗ്യവും ഇവരിൽ കാണുന്നുണ്ട്. ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ സാധിക്കും. മനസ്വസ്ഥത വർദ്ധിക്കും. ഇനി എന്ത് എന്ന ആശങ്ക മനസ്സിനെ വിട്ടൊഴിയും. ഒരു കാര്യവുമില്ലാതെ വെറുതെ നടന്നിരുന്ന വ്യക്തികൾക്കൊരു തൊഴിൽ ഭാഗ്യം സിദ്ധിക്കുന്നൊരു സമയം കൂടിയാണ്. ഈ കാലഘട്ടത്തിൽ ദാമ്പത്യ കലഹങ്ങൾ കുറഞ്ഞു തുടങ്ങും. വിവാഹമോചന കേസുകളിൽ ഒത്തുതീർപ്പ് ചർച്ച വിജയിക്കും. ഉദരവ്യാധി, വായുകോപം, ഹൃദയബന്ധിയായ അസുഖങ്ങൾ ഇവ പ്രത്യേകം ശ്രദ്ധിക്കണം. മക്കൾക്ക് സൗഖ്യം ഉണ്ടാകും. നല്ല കർമ്മങ്ങൾക്ക് വേണ്ടി പണം ചിലവഴിക്കേണ്ടതായിട്ട് വരും. ശത്രുക്കളുടെ ഉപദ്രവം കുറഞ്ഞു തുടങ്ങും. വിദേശത്ത് പഠനത്തിനായിട്ടും ജോലിക്കായിട്ടും ശ്രമിച്ചാൽ സാഹചര്യം അനുകൂലമാണ്. സഹോദരങ്ങളുമായിട്ടുള്ള അകൽച്ചകൾ മാറിക്കിട്ടും. ഭൂമിയുടെ കച്ചവടം ലാഭത്തിലാകും. ബന്ധുജനങ്ങളുമായിട്ട് കൂടിച്ചേരാൻ അവസരം ഉണ്ടാകും. ദോഷപരിഹാരാർത്ഥം ഭഗവതി ക്ഷേത്രത്തിൽ ഐക്യമത്യ സൂക്ത പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി മിഥുനക്കൂറിൽ മകയിരം 3, 4 പാദങ്ങൾ, തിരുവാതിര, പുണർദം 1, 2, 3 പാദത്തിൽ ജനിച്ച നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. വീട്ടിൽ സ്വസ്ഥമായ ഒരു അന്തരീക്ഷം സംജാതമാകും. വീട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ട അവസ്ഥ വരെ വരാം. പലവിധ ദുഃഖ അനുഭവങ്ങളും മാറിക്കിട്ടും. ഇഷ്ടമുള്ള അന്നപാന സാധനങ്ങൾ ലഭ്യമാകും. കലഹഭയം എപ്പോഴും മനസ്സിനെ അലട്ടാൻ സാധ്യതയുണ്ട്. ശത്രുക്കളിൽ നിന്ന് അകന്നു നിൽക്കാൻ ശ്രമിക്കണം. ഭാര്യാഭർത്തൃ കലഹങ്ങൾ കുറഞ്ഞു തുടങ്ങും. എല്ലാ മേഖലകളിലും കാര്യസാധ്യങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ ലക്ഷണങ്ങൾ കൂടി കാണുന്നുണ്ട്. ഈശ്വരഭജനത്തിനുള്ള തടസ്സങ്ങൾ നീങ്ങും. ധനലാഭങ്ങൾ പ്രതീക്ഷിക്കാം. ബന്ധുജനങ്ങൾക്ക് സൗഖ്യം ഉണ്ടാകും. ചില ബന്ധുജനങ്ങളുമായിട്ട് കലഹിക്കേണ്ടതായിട്ട് വരും. സന്താന ഉൽപാദനത്തിനുള്ള ചികിത്സകൾക്ക് ഫലം കാണും. പലവിധ രോഗാരിഷ്ടതകളും വിട്ടൊഴിയും. കമിതാക്കളുടെ ആഗ്രഹം സഫലമാകും. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ നല്ല സമയമാണ്.
ദോഷപരിഹാരാർത്ഥം ഭഗവതി ക്ഷേത്രത്തിൽ ത്രിപുരസുന്ദരി മന്ത്രം പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കണം. ഇനി കർക്കിടകക്കൂറിൽ പുണർദം 4-ാം പാദം, പൂയം, ആയില്യം നക്ഷത്രജാതകരെക്കുറിച്ച് നോക്കാം. ശത്രുക്കളിൽ നിന്നുള്ള ദുഃഖ അനുഭവങ്ങൾ ഒരു കുറവ് കണ്ടു തുടങ്ങുന്ന സമയമാണ്. മനസ്സ് സംഘർഷഭരിതമാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. സഹോദരങ്ങളുടെ അകൽച്ച ദുഃഖമുണ്ടാക്കാൻ സാധ്യതകൾ കൂടുതലാണ്. ആരോഗ്യത്തെക്കുറിച്ച് എപ്പോഴും ഉള്ള ആശങ്കകൾ മാറിക്കിട്ടും. രോഗാരിഷ്ടിതകൾ കുറഞ്ഞു തുടങ്ങും. ആയുർഭീതിയും വിട്ടൊഴിയും. ത്വക്ക് രോഗം പ്രത്യേകം ശ്രദ്ധിക്കണം. കാര്യസാധ്യങ്ങൾ ഉണ്ടാകും. ഭാഗ്യ അനുഭവങ്ങൾക്കുള്ള തടസ്സങ്ങൾ മാറിക്കിട്ടും. ചില പ്രതീക്ഷകളും ഉണ്ടാകും. സ്ഥാനക്കയറ്റം പ്രതീക്ഷിക്കാം. ചെയ്യുന്ന കാര്യങ്ങൾ മുഴുവനാക്കാൻ ഒരു പ്രയാസവും ഉണ്ടാകില്ല. ബന്ധുജനങ്ങളുടെ സഹായം എല്ലാ കാര്യങ്ങളിലും ഉണ്ടാകും. സ്ഥാനമാനങ്ങൾക്കനുസരിച്ച് അധികാരം പ്രയോഗിക്കാൻ സാധിക്കും. പുതിയ വീടിനായിട്ട് ശ്രമം തുടങ്ങിയാൽ സാഹചര്യം അനുകൂലമാണ്. ദോഷപരിഹാരാർത്ഥം ശിവങ്കൽ നിവേദ്യസഹിതം ധാര കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ കർക്കിടകക്കൂറുകാർ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ചിങ്ങക്കൂറിൽ പിറന്ന മകം, പൂരം, ഉത്രം 1-ാം പാദത്തിൽ ജനിച്ച നക്ഷത്രജാതകരെക്കുറിച്ച് നോക്കാം. പലവിധ ആപത്തുകളും വിട്ടൊഴിയാൻ സാധ്യതകൾ കൂടുതലാണ്. കോപം വരുമ്പോൾ ശരവാക്കുകൾ പറയുമെങ്കിലും പിന്നീട് ശാന്തനാകും. പൊതുവെ സുഖ അനുഭവങ്ങൾ കൂടുതലായിട്ട് ലഭിച്ചു തുടങ്ങേണ്ട സമയമാണ് കാണുന്നത്. കർമ്മമണ്ഡലം മെച്ചപ്പെടുന്നതിനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട്. സ്വയം തൊഴിൽ ചെയ്യുന്നവർ കൂടുതൽ മുതൽ മുടക്ക് നടത്താതിരിക്കുക. നാൽക്കാലി വളർത്തുന്നവർക്കും നാൽക്കാലി കച്ചവടക്കാർക്കും നല്ല സമയമാണ്. പാലിനും പാൽ ഉൽപ്പന്നങ്ങൾക്കും നല്ല കച്ചവടം കിട്ടും. ആഭരണ കച്ചവടക്കാർക്കും അലങ്കാര സാധനങ്ങൾ വിൽക്കുന്നവർക്കും നല്ല കാലമാണ്. വാദബന്ധിയായ അസുഖങ്ങൾക്ക് യുക്തമായ ചികിത്സ ചെയ്യണം. പല ദുഃഖ അനുഭവങ്ങൾക്കും ഇടയുണ്ട്. ബന്ധനാവസ്ഥ വരെ ഉണ്ടാകാം. അപമാനത്തിൽ നിന്ന് മുക്തി നേടാൻ സാധിക്കും. പുതിയ തൊഴിലിനായി ശ്രമിക്കുന്നവർ ഫലം കാണും. വിദേശത്ത് ജോലിയുള്ളവർ കൂടുതലായി ശ്രദ്ധിക്കണം. പുനർവിവാഹത്തിനായിട്ട് ശ്രമിക്കുന്നവർക്കും കമിതാക്കൾക്കും വിവാഹത്തിനായിട്ട് അനുകൂല സമയമാണ്. മക്കളുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പറഞ്ഞു തീർക്കാൻ ശ്രമിക്കണം. ഇവർ ദോഷശാന്തിക്ക് ശിവനെ ധാര കഴിക്കുകയും ഭഗവതിക്ക് ഐക്യമന്ത്ര പുഷ്പാഞ്ജലി നടത്തിയും പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കണം. ഇനി കന്നിക്കൂറിലെ ഉത്രം നക്ഷത്ര ജാതകർ 2, 3, 4 പാദങ്ങൾ, അത്തം, ചിത്തിര 1, 2 പാദത്തിൽ ജനിച്ച നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. നിലവിൽ ആദിത്യൻ്റെയും ബുധൻ്റെയും ഒരു അനുഗ്രഹം കിട്ടാനുള്ള എല്ലാ സാധ്യതകളും ഇവരിൽ കാണുന്നുണ്ട്. കിട്ടാനുള്ള തുക കാലതാമസം മാറി കൈവരും. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അതിജീവിക്കും. പോലീസ് കേസുകളിൽ പെടാതെ സൂക്ഷിക്കണം. പ്രായോഗിക ബുദ്ധി കൊണ്ട് പല കാര്യങ്ങളും നേടാൻ സാധിക്കും. ദാമ്പത്യ സൗഖ്യം ഉണ്ടാകും. വിവാഹ ആലോചന കേസുകൾ ഒത്തുതീർപ്പാക്കാൻ ശ്രമിക്കണം. പഴകിയ രോഗങ്ങൾക്ക് സമാധാനം കിട്ടും. അഗ്നി കൊണ്ടുള്ള ജോലികളിൽ പ്രത്യേക ശ്രദ്ധ വേണം. സ്നേഹിതന്മാരുമായും ബന്ധുജനങ്ങളുമായിട്ടുള്ള തെറ്റിദ്ധാരണകൾ പറഞ്ഞു തീർക്കാൻ ശ്രമിച്ചാൽ സാഹചര്യം അനുകൂലമാകും. പുതിയ ഗൃഹനിർമ്മാണത്തിന് പറ്റിയ സമയമാണ്. ഭൂമിയുടെ കച്ചവടങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെ നടക്കും. വലിയ ലാഭം പ്രതീക്ഷിക്കാം. കെമിക്കലുകൾ ഉപയോഗിക്കുന്ന വ്യക്തികൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവർ ദോഷശാന്തിക്ക് വിദ്യാർത്ഥികൾ ഗണപതി ഹോമം കഴിക്കുകയും മറ്റുള്ളവർ ഭഗവതി ക്ഷേത്രത്തിൽ അഷ്ടോത്തരാർച്ചന കഴിക്കുകയും ചെയ്ത് പ്രാർത്ഥിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി തുലാക്കൂറിലെ ചിത്തിര നക്ഷത്ര ജാതകർ 3, 4 പാദങ്ങൾ, ചോതി, വിശാഖം 1, 2, 3 പാദത്തിൽ ജനിച്ചവരെ കുറിച്ച് നോക്കാം. ഉദരവ്യാധിക്ക് യുക്തമായ ചികിത്സ ലഭിക്കും. ഒരു ലക്ഷ്യവുമില്ലാതെ കുറേ നടന്നിരുന്നവർക്ക് ലക്ഷ്യബോധത്തോടു കൂടി നടക്കേണ്ടതായിട്ട് വരും. ഉൾഭയം വിട്ടൊഴിയും. ധനനേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. കാര്യതടസ്സങ്ങളും ഇവരെ വിട്ടൊഴിയും. എല്ലാത്തിനോടും എപ്പോഴും ഉണ്ടായിരുന്ന മോശം മനോഭാവം മാറിക്കിട്ടും. സുഖസൗകര്യങ്ങൾ കൂടുതലായിട്ടുണ്ടാകും. അത് അനുഭവിക്കാനും യോഗമുണ്ട്. ഗൃഹ ഉപകരണങ്ങൾ മാറ്റിവാങ്ങാൻ സാധിക്കും. സന്താനങ്ങളുമായിട്ട് അകന്നു കഴിയുന്ന വ്യക്തികൾക്ക് സന്താനത്തോടൊപ്പം ജീവിക്കാൻ ചില സാഹചര്യങ്ങൾ ലഭിക്കും. വ്യവഹാര കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തണം. മറ്റുള്ളവർക്ക് തെറ്റിദ്ധാരണ ഉണ്ടാകാത്ത വിധത്തിൽ പെരുമാറാനും
സംസാരിക്കാനും ശ്രമിക്കണം. മനസ്സിൻ്റെ അസ്വസ്ഥത ഈ കാലഘട്ടത്തിൽ വളരെ കുറവായിരിക്കും. ഇവർ ദോഷശാന്തിക്ക് വിഷ്ണു ക്ഷേത്രത്തിൽ ധന്വന്തരി മന്ത്ര പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക.